യൂട്യൂബിനകത്ത് വന്നിട്ടുള്ള പുതിയ ഈ ഫീച്ചർ നിങ്ങൾക്ക് ലഭിച്ചോ? കാണാൻ ജെമിനിയുടെ ലോഗോ ആണ്, AI ഫീച്ചർ ആണെങ്കിലും ഇത് ജെമിനി ആപ്പ് പോലെയല്ല. യൂട്യൂബിനകത്ത് നമുക്ക് ഒരുപാട് പ്രയോജനകരമായ ഓപ്ഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതുകൊണ്ടുള്ള പ്രയോജനം, നമ്മളിപ്പോൾ ഒരുപാട് നീളമുള്ള ഒരു വീഡിയോ ആണ് കാണുന്നതെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ചുരുക്കി വിവരിച്ചു തരാൻ ഈ ഒരു ഓപ്ഷനെ കൊണ്ട് സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അന്യഭാഷാ വീഡിയോ ആണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു തരുന്നതാണ്. അതും മാത്രമല്ല, ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വിഷയം മാത്രം കണ്ടെത്തി അതുമാത്രം കാണാൻ ഈ ഓപ്ഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ വിശദീകരിച്ച് തരാൻ ഈ ഓപ്ഷന് സാധിക്കുന്നതാണ്. നിങ്ങൾ കാണുന്ന വീഡിയോയിൽ ഏതെങ്കിലും ഒരു പോയിന്റിനെ കുറിച്ച് മാത്രം സംസാരിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് പ്രയോജനം ഈ ഒരൊറ്റ ഓപ്ഷനെ കൊണ്ട് തന്നെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ ഒരു ഓപ്ഷൻ യൂട്യൂബിനകത്ത് വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇത് പരീക്ഷണാടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ വീഡിയോയിലും ഞാൻ ഈ കാണിച്ചു തരുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതല്ല. യൂട്യൂബിലെ ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ ലൈക്കും ഷെയറിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് എല്ലാ വീഡിയോയിലും കാണാൻ സാധിക്കുന്നതല്ല. ഭാവിയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായാലും നിങ്ങൾ കാണുന്നതായാലും എല്ലാ വീഡിയോയിലും ഈ ഒരു ഓപ്ഷൻ വരുന്നതാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ അത് ഇംഗ്ലീഷിലാണ് ഇതുപോലെ ഓണായി ലഭിക്കുക. ഇനി നിങ്ങൾ ഏത് ഭാഷയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിനനുസരിച്ച് മറുപടി ലഭിക്കും. താഴെ നമുക്ക് ചോദ്യം ചോദിക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ മലയാളത്തിലാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ മലയാളത്തിൽ തന്നെ മറുപടി ലഭിക്കുന്നതാണ്. ഏകദേശം 5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് എനിക്ക് ചുരുക്കി വിവരിച്ച് തരാനാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങളാണോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും ചോദ്യം ചോദിച്ച് സെൻഡ് ചെയ്യാം. അല്പസമയത്തിനുള്ളിൽ വളരെ കൃത്യമായിട്ടുള്ള അതിനുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ചുരുക്കി വിവരിക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കി എനിക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെ മിനിറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ എന്നും വന്നിട്ടുണ്ട്. ഇനി താഴെ റിലേറ്റഡ് ആയ ചോദ്യങ്ങളുണ്ട്. അതായത് വീഡിയോയിൽ പറയുന്ന വിഷയങ്ങളുടെ ചോദ്യങ്ങളാണിത്. ഇതിലുള്ള ചോദ്യം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിലേതെങ്കിലും കാര്യം അറിയണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ അതിനുള്ള മറുപടി ലഭിക്കുന്നതാണ്. ആ വിഷയം എവിടെയാണ് സംസാരിക്കുന്നത് അതിൻ്റെ മിനിറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ആവശ്യമായ വിഷയം എത്രാമത്തെ മിനിറ്റിലാണ് ആരംഭിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ മിനിറ്റും കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. ഇനി ഏതെങ്കിലും ഭാഷയിലുള്ള വീഡിയോ ആണ്, അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്ന സെക്കൻഡിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കാം. ഇങ്ങനെ നമുക്കൊരു വീഡിയോ കാണുമ്പോൾ ആ വീഡിയോയുടെ ഉള്ളടക്കത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണ് ഈ ഒരു ഓപ്ഷൻ നൽകിയിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് എല്ലാ വീഡിയോയിലും കാണാൻ സാധിക്കുന്നതല്ല. ഞാനിപ്പോൾ FTM ക്രിയേഷൻ്റെ തന്നെ മറ്റൊരു വീഡിയോ ഉദാഹരണമായിട്ട് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം അങ്ങനെ ഒരു ഓപ്ഷനെ കാണിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ അപ്ലോഡ് ചെയ്തതായാലും നിങ്ങൾ കാണുന്ന വീഡിയോയിലും ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അടുത്ത് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായാലും കാണുന്നതായാലും എല്ലാ വീഡിയോയിലും ഈ ഒരു ഓപ്ഷൻ വരുന്നതാണ്. അതുവരെ കാത്തിരിക്കുക. അപ്പോൾ ഇപ്പോഴേതെങ്കിലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.